ഇനിയുള്ളത് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള തിയറംസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടേംസ് നിങ്ങൾ പഠിക്കണം. ഇതിൽ മെയിൻ ആയിട്ടൊരു ടേമാണ് ലീനിയർ സർക്യൂട്ട്. പിന്നെയുള്ളത് ഇത് രണ്ടുമാണ്, ലൂപ്പ്, മെഷ്. ഇതെന്താണെന്ന് നോക്കാം. ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് അതൊന്നും എന്ത് ചെയ്യില്ല, മാറൂല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. വോൾട്ടേജിനോ കറണ്ടിനോ അനുസരിച്ചൊന്നും ആ പാരാമീറ്റേഴ്സ് മാറൂല. റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് അങ്ങനത്തെയുള്ള പാരാമീറ്റേഴ്സ് ഒന്നും വോൾട്ടേജിനോ കറണ്ടിനോ അനുസരിച്ചിട്ട് മാറില്ല. അത് ഫിക്സഡ് ആയിട്ട് നിൽക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ലീനിയർ സർക്യൂട്ട്. പിന്നെയുള്ളതാണ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്ത് തന്നെയാണ് ലൂപ്പ് എന്ന് പറയാം അല്ലേ. ഇതിപ്പം 1, 2, ഇതിൽ എത്ര ലൂപ്പ് ഉണ്ട്? ഒന്ന് മാത്രമായിട്ടുള്ള ഒരു ലൂപ്പ് ഉണ്ട്. പിന്നെ 1ഉം 2ഉം കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് ആയിക്കൂടെ, ക്ലോസ്ഡ് പാത്ത്. 1ഉം 2ഉം 3ഉം കൂട്ടിയാലോ, അതുപോലെ ഇങ്ങനെയുള്ള ലൂപ്പുകൾ ഉണ്ടാക്കാം. ലൂപ്പ് മെഷ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ലൂപ്പ്. ഇവിടെ നോക്കുക, 1 എന്ന് പറയുന്ന മാത്രമായിട്ടുള്ള ലൂപ്പ് ഇല്ല, അതിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് ഉണ്ടാകാൻ പാടില്ല. അതാണ് മെഷ്. ഇവിടെ എത്ര മെഷാണ് ഉള്ളത്? 1. 2ൻ്റെ ആണെങ്കിലോ 2, ഇത് മാത്രം 2 മാത്രമായിട്ടുള്ളത് 3 ആണ് അല്ലേ. 3 എന്നുള്ള ലൂപ്പിൻ്റെ ഈ പാർട്ട് മാത്രമായിട്ടുള്ളതാണ് മെഷുകൾ. അപ്പോൾ 3 മെഷുകളാണ് ഉള്ളത്. മെഷിൽ വേറെ ലൂപ്പ് കാണാൻ പാടില്ല. മെഷ് വെച്ചിട്ടാണ് നമ്മൾ തിയറംസ് കൂടുതലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുക കേട്ടോ. തിയറംസിൽ മെഷ് വെച്ചിട്ടാണ് പറയാം. നിങ്ങൾക്ക് ഗ്രൗണ്ടിൻ്റെ സിമ്പിൾ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ലീനിയർ സർക്യൂട്ട്, ലൂപ്പ്, മെഷ്. പിന്നെ നോഡ് എന്ന് പറയുന്ന ഈ ജംഗ്ഷനെയാണ് നോഡ് എന്ന് പറയുന്നത്. NODE, നോഡ്, ജംഗ്ഷൻ. ആക്റ്റീവ് നെറ്റ്വർക്ക്, ആക്റ്റീവ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഇതിനെ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് വോൾട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് EMF ഉണ്ടായിരിക്കണം. പിന്നെ എന്താണുള്ളത്, ബൈലാറ്ററൽ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ടിൻ്റെ പ്രോപ്പർട്ടീസ്, കറണ്ട് പ്രോപ്പർട്ടീസ് അതുപോലെയുള്ള രണ്ട് ഡയറക്ഷനിലും, റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്, എല്ലാ ഡയറക്ഷനിലും എന്താണ് പ്രോപ്പർട്ടീസ് റിമെയിൻ സെയിം ആണെങ്കിൽ അതിനെ ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയും. നോൺ ലീനിയർ സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജിന് കറണ്ട് അനുസരിച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, വാരിയസ് എലമെന്റ്സ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് ആണ്. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ലംബ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിനെ ഡിസ്ട്രിബ്യൂട്ടർ ലൈനിൽ അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും കാണിക്കാം. ഒരു ഏരിയയിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും കാണിക്കാം. ഒന്നും വലിയ കാര്യമല്ല. മെയിനായിട്ട് നോക്കേണ്ടത് ഇതാണ്, ലൂപ്പ്, മെഷ്, ലീനിയർ സർക്യൂട്ട്. നമുക്ക് കിർച്ചോഫ്സ് കറണ്ട് ലോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് നോക്കാം എത്ര മെഷാണ് ഉള്ളത്. 2 സർക്യൂട്ട് കാണുന്നില്ലേ. ABEF എന്ന് പറയുന്ന ഒരു മെഷ് ഉണ്ട്. മെഷ് എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൽ വേറൊരു ലൂപ്പ് കാണാൻ പാടില്ല. ABEF. വേറൊരു മെഷ് ഏതാ ഉള്ളത്? BCDE. ഇത് മെഷും ആണ് ലൂപ്പും ആണ് അല്ലേ. ഇനി വേറൊരു ലൂപ്പും കൂടി ഇതിലുണ്ട്, ABCDEF. ഇതൊരു ലൂപ്പാണ്, മെഷ് അല്ല അല്ലേ. 2 മെഷും 3 ലൂപ്പും ഉണ്ടെന്ന് ഇതിൽ പറയാം അല്ലെ. 2 മെഷ്, ആ 2 മെഷ് ലൂപ്പും കൂടിയാണ്. 2 മെഷ് ഒരു സെപ്പറേറ്റ് ലൂപ്പ് ഏതാ, ABCDEFA എന്ന് പറയുന്ന ഒരു ലൂപ്പും ഉണ്ട്. ഇത് കിർച്ചോഫ്സ് കറണ്ട് ലോയിലേക്ക് പോവാം. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. അത്രയേ ഉള്ളൂ. ആൽജിബ്രിക് ഒരു ജംഗ്ഷൻ A എന്നുള്ള ജംഗ്ഷൻ, ആ ജംഗ്ഷനിലുള്ള ടോട്ടൽ കറണ്ട്, കറണ്ട് ലീവിങ് ഈസ് ഈക്വൽ ടു കറണ്ട് എൻറ്ററിങ്, അങ്ങനെ നിങ്ങൾക്കൊരു ഡെഫിനിഷൻ പറയാം. ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ഇൻ ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ്. വേറൊരു ഡെഫിനിഷൻ ആണ് ആൽജിബ്രൈക് സം ഓഫ് ദി കറണ്ട് meeting at a point is 0. Algebraic sum of the currents meeting at a point is 0. Algebraic sum സിഗ്മ കറണ്ടിനെ ആയി നിങ്ങൾക്ക് കൊടുക്കാം. സിഗ്മ is equal to 0. അതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പം എന്താണ്, ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ഇൻ ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ്. 2 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ എക്സാമ്പിളും കൂടി നിങ്ങൾ എഴുതണം കേട്ടോ. ഇതൊരു ജംഗ്ഷനാണ് A. അറ്റ് ജംഗ്ഷൻ A ടോട്ടൽ കറണ്ട് എൻറ്ററിങ്, ഏതൊക്കെയാണ് കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഇതിൽ, I1 ഉം I4 ഉം.
ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു എൻ്റർ ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ് I1 പ്ലസ് I4 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ഏതൊക്കെയാണ് ലീവിങ് I2 ഉണ്ട് അല്ലേ ഏതാണ് I3 ലീവിങ് ആണ് I3 I5 ലീവിങ് അല്ലേ I5 ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ്. ആൽജിബ്രിക് സം ഓഫ് ദി കറണ്ട്സ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പൊളാരിറ്റിയും കൂടി നോക്കണം, സൈനും കൂടി നോക്കണം. ആ രൂപത്തിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആൽജിബ്രിക് സം ഓഫ് ദി കറണ്ട് സിഗ്മ ഈസ് ഈക്വൽ ടു 0. ആ രൂപത്തിൽ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന കറണ്ടിന് പോസിറ്റീവ് സൈനും ലീവ് ചെയ്യുന്ന കറണ്ടിന് നെഗറ്റീവ് സൈനും കൊടുക്കുക. അപ്പോൾ നോക്കുക കറണ്ട് എൻ്ററിങ് ഏതൊക്കെയാണ് I1 ഉം I4 ഉം. ഞാൻ ഓർഡർ തന്നെ എഴുതാം, I1 I2 ഓർഡർ തന്നെ. I1 കറണ്ട് ഇവിടെ എൻ്ററിങ് ആണ്, അപ്പോൾ പോസിറ്റീവ് സൈൻ ആണ്, അതിന് പ്രത്യേക സൈൻ ഉണ്ട I1 എന്ന് എഴുതാം. I2 ലീവിങ് ആണ്, അപ്പം മൈനസ് സൈൻ കൊടുക്കണം. I1 മൈനസ് I2. I3 ലീവിങ് ആണ്, അപ്പോൾ മൈനസ് കൊടുക്കുക, സൈന് മൈനസ് I3. I4 എൻ്ററിങ് ആണ്, അപ്പോൾ എന്താണ് പ്ലസ് ആണ് വരിക. I5 ലീവിങ് ആണ്, I5 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ആദ്യത്തെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. ഭേദം വന്ന് നിങ്ങൾ സിഗ്മ I ഇതെല്ലാം കൂടിയിട്ട് സം ആയതുകൊണ്ട് ആൽജിബ്രിക് സം ആയതുകൊണ്ട് സിഗ്മ I എന്ന് പറയാം. ആൽജിബ്രിക് എന്ന് പറഞ്ഞാൽ വിത്ത് സൈൻ വേണം, സമ്മ് വിത്ത് സൈൻ. ഇതിൽ നിങ്ങൾക്ക് കിട്ടൂലേ I1 പ്ലസ് I4, ഇതിൽ നിന്ന് കിട്ടും I1 പ്ലസ് I4 ഈക്വൽ ഇത് തന്നെ കിട്ടും, I2 പ്ലസ് I3 പ്ലസ് I5 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സാമിന് ഈ ഒരു ഫിഗറും കൂടി വരക്കണം കേട്ടോ. ഈ എക്സാമിന് ഇത് മാത്രം ഡെഫിനിഷൻ എഴുതിയാൽ മാത്രം പോരാ, വിത്ത് ഫിഗർ ഈക്വേഷനും വേണം. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത് രണ്ടും ഒരുമിച്ച് സെറ്റായിട്ടാണ് ചോദിക്കുക. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ മെഷ് ലോ എന്നും കൂടി പറയും. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ KVL, നേരത്തെ കിർച്ചോഫ്സ് കറണ്ട് ലോ. ഇവിടുത്തെ എന്തായിരിക്കും ആൽജിബ്രിക് സം ഓഫ് വോൾട്ടേജ് ആണ് അല്ലേ. ആൽജിബ്രിക് സം ഓഫ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വോൾട്ടേജ് രണ്ട് പാർട്ടുണ്ട്, I × R ഉണ്ട്, അതേപോലെ എന്താണ് അതിൽ EMF ബാറ്ററിയും ഇല്ലേ, EMF ഒക്കെ ഇല്ലേ, അതിൻ്റെ വോൾട്ടേജും കൂടി എടുക്കണം. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി വിപുലീകരിച്ചത് ഇങ്ങനെയാണ് കിട്ടുക. ആൽജിബ്രിക് സം ഇപ്പോൾ സിഗ്മ തന്നെ, ആൽജിബ്രിക് സം ഓഫ് ദി I × R എടുക്കണ്ടേ എന്നാലേ വോൾട്ടേജ് കിട്ടൂ. ആൽജിബ്രിക് സം ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഈച്ച് ഓഫ് ദ കണ്ടക്ടേഴ്സ് ഇൻ ക്ലോസ്ഡ് പാത്ത്. ആൽജിബ്രിക് ഒരു ക്ലോസ്ഡ് പാത്തിൽ വേണം കേട്ടോ. ഇവിടെ ഒരു R, ഇതുപോലെ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇതുപോലെയുള്ള ഒരു ക്ലോസ്ഡ് പാത്താണ് വേണ്ടത്. ആൽജിബ്രിക് സം ഓഫ് ദി ഇതുപോലെയുള്ള ഒരു ക്ലോസ്ഡ് പാത്ത് വേണം. നമുക്ക് I എന്ന് പറയാം. ആൽജിബ്രിക് സം ഓഫ് ദി R1 കൂടി ഇടാം. ഇതിൽ പറയുന്ന ആൽജിബ്രിക് സം ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഈച്ച് ഓഫ് ദി കണ്ടക്ടേഴ്സ് ഇൻ എനി ക്ലോസ്ഡ് പാത്ത് പ്ലസ് ദി ആൽജിബ്രിക് സം ഓഫ് ദി EMF, അതായത് ബാറ്ററി വോൾട്ടേജ്, അതാണ് ആൽജിബ്രിക് സം ഓഫ് ദി EMF ദാറ്റ് പാത്ത് ഈസ് 0. ഇത് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. ആൽജിബ്രിക് സം എന്ന് പറയുമ്പോൾ സിഗ്മ ടോട്ടൽ ആയിട്ട് വരുന്ന I × R പ്ലസ് സിഗ്മ EMF E അല്ലെങ്കിൽ EMF എന്ന് സിഗ്മ EMF ഈസ് ഈക്വൽ ടു 0 എഴുതിയാൽ മതി. ആൽജിബ്രിക് സം ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഈച്ച് ഓഫ് ദി കണ്ടക്ടേഴ്സ് ഇൻ എനി ക്ലോസ്ഡ് പാത്ത് എന്നും കൂടി വേണം കേട്ടോ. പ്ലസ് ആൽജിബ്രിക് സം ഓഫ് ദി EMF ഇൻ ദാറ്റ് പാത്ത് ഈസ് 0 ആണ് വരിക. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ എക്സാമ്പിളും കൂടി നിങ്ങൾ എഴുതണം. അതിന് മുമ്പ് സൈൻ ഓഫ് ബാറ്ററി EMF, നിങ്ങൾ ഈ ആൽജിബ്രിക് സം ക്ലോസ്ഡ് പാത്തിൽ എങ്ങനെ എടുക്കുമ്പോൾ സൈന് നോക്കണ്ടേ. അപ്പോൾ സൈന് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് എക്സാമ്പിൾ പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കാം കേട്ടോ. ഇത് തന്നെ എഴുതണമെന്നില്ല. ഇതാ ABCDA എന്നുള്ള ക്ലോസ്ഡ് പാത്ത് അല്ലേ. അപ്പോൾ ഡയറക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം കേട്ടോ. ഞാൻ ബൈ KVL ഏതാ എടുക്കുന്നത്, ഒരു ക്ലോസ്ഡ് പാത്തായ ABCDA തന്നെ എടുക്കാം. ABCDA ക്ലോസ്ഡ് പാത്ത് എടുത്തു. അപ്പോൾ KVL പ്രകാരം എന്താണ് ആൽജിബ്രിക് സം 0 ആയിരിക്കണം അല്ലേ. കറണ്ടും വോൾട്ടേജും ഒക്കെ ആൽജിബ്രിക് സം എന്തായിരിക്കണം 0 ആയിരിക്കണം. നമുക്ക് ബൈ KVL നോക്കാം.
അപ്പോൾ അത് നിങ്ങൾ കറണ്ടിന് ഒരു ഡയറക്ഷൻ തീരുമാനിക്കുക. ഒരു I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക ഈ ക്ലോസ്ഡ് പാത്തിലേക്ക് വിട്ടാൽ. അപ്പോൾ ഇവിടെ വേണ്ടറിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം, നെഗറ്റീവ് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. പിന്നെ എന്താണ്, കറണ്ട് ഇവിടെ എത്തി. കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്തിന് പോസിറ്റീവ് എഴുതുക കേട്ടോ. കറണ്ട് ഇങ്ങനെയല്ലേ വരിക, I1 കറണ്ട് എൻ്റർ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ പോസിറ്റീവ് ഇടുക, ലീവ് ചെയ്യുന്ന ഭാഗത്തിന് നെഗറ്റീവ് എന്ന് ഇടുക. അതുപോലെ ഇവിടെയും ഈ I1 എൻ്റർ ചെയ്യുന്ന ഭാഗത്തിന് പോസിറ്റീവ്, ലീവ് ചെയ്യുന്ന ഭാഗത്തിന് നെഗറ്റീവ്. അതുപോലെ നമ്മളെ R2 അക്രോസ് ഈ കറണ്ട് തന്നെയാണ് പോകുന്നത്, സീരീസ് അല്ല, സീരീസ് തന്നെയാണ് അല്ലേ. R2 എന്ന് എഴുതുക, ഇവിടെ നെഗറ്റീവ്. ഇങ്ങനെ ആദ്യം ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾ കറണ്ട് ഫ്ലോ നോക്കുക. കറണ്ട് ഇവിടെ കറണ്ട് ഇവിടെ എൻ്റർ ചെയ്തു, ഇവിടെ ലീവ് ചെയ്തു, നെഗറ്റീവ്. ഇനി ആണ് ആൽജിബ്രിക് സം എടുക്കേണ്ടത്. ഡയറക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അല്ലേ, സൈനൊക്കെ കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ ക്ലോസ്ഡ് പാത്തിൽ എങ്ങനെ എടുക്കും നോക്കാം. ABCDA ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോക്കിക്കോ, ABCDA പോസിറ്റീവ് കറണ്ട് പോകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് കുറയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വോൾട്ടേജ് കുറയാം അല്ല, പോസിറ്റീവ് നെഗറ്റീവ് ആയി. അപ്പോൾ അത് എന്താണ് കിട്ടുക, നെഗറ്റീവ് സൈൻ കൊടുക്കണം കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനക്രോസുള്ള വോൾട്ടേജ് ഇങ്ങനെയാണ് എഴുതുക, -I1 × R1. ആൽജിബ്രിക് സം എടുക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇനി ഇതോ R2 അക്രോസ് കറണ്ട് നോക്കിക്കുക, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് പോകുന്നത്. അപ്പോൾ എന്ത് എഴുതണം, -I2 അല്ല -I1 × R2. ഇനി നോക്കിക്കുക, വോൾട്ടേജ് പോസിറ്റീവ് ടു നെഗറ്റീവ് തന്നെയാണ് പോകുന്നത് അല്ലേ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് പോയത്. അതുകൊണ്ട് -E2 എന്ന് എഴുതാം നിങ്ങൾക്ക്. അടുത്ത EMF -E2. ഇനി ഇവിടെ R3 അങ്ങനെ തന്നെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് പോകുന്നത്, നെഗറ്റീവ് ആണ് അതിൻ്റെ സൈൻ കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും, -I1 × 3. ഇനി ഇവിടെ എത്തുമ്പോൾ കാരണം നോക്കുക, നെഗറ്റീവ് ടു പോസിറ്റീവാണ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവാണ് E1 ഇടേണ്ട സൈൻ. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ പോവുകയാണെങ്കിലോ ഡയറക്ഷൻ നെഗറ്റീവ് E1 എന്ന് ഇടണം. ഇവിടെ നോക്കിക്കോ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് പോയത്, അതുകൊണ്ടാണ് സൈന് പോസിറ്റീവ് പ്ലസ് E1 വന്നത്. ഇനി R4 അക്രോസോ നോക്കിക്കോ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് പോകുന്നത് അല്ലേ, -I1 × R4. ഇതാണ് ആൽജിബ്രിക് സം അല്ലേ, σIR പ്ലസ് σE ഈക്വൽ ടു 0 EMF, σEMF × 0. ഇവിടെ ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, KVL ആയി. ഇതാണ് KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ. ആൽജിബ്രിക് മീൻസ് ഡയറക്ഷനും കൂടി വേണം, കറണ്ടിനും വോൾട്ടേജിനും ഒക്കെ ഡയറക്ഷൻ വേണം. KCL ആണെങ്കിൽ നമ്മൾ കറണ്ട് മാത്രമേ ഉള്ളൂ, KVL ആണെങ്കിൽ വോൾട്ടേജ് I × R വോൾട്ടേജ് അല്ലേ. അപ്പോൾ വോൾട്ടേജിൻ്റെ ലോ ആണ് എന്ത്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. കറണ്ടിൻ്റെ ലോ ആണ് കിർച്ചോഫ് കറണ്ട് ലോ. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഡയറക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഫിക്സ് ചെയ്യാം കേട്ടോ. തിരിച്ച് DCBA എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കറണ്ട് ഫ്ലോ ചെയ്യിക്കുക. അന്നേരം എന്ത് ചെയ്യണം, ആദ്യം ഇത് മാർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്, റെസിസ്റ്റൻസ് എൻ്റർ ചെയ്യും, കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്തിന് പോസിറ്റീവും ലീവ് ചെയ്യുന്ന ഭാഗത്തിന് നെഗറ്റീവും മാർക്ക് ചെയ്യണം. EMF കിടക്കും, ഈ റെസിസ്റ്റൻസിന് മാത്രം മാറ്റുക. ഒരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. E1 E2 R3 R4. നിങ്ങൾക്ക് ഈ പാത്തിന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഒരു AB, ഈ പോയിന്റ് B, C, ABCDA ഒരു ക്ലോസ്ഡ് പാത്താണ് അല്ലേ. ഇതിനൊക്കെ KVL അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾ കറണ്ട് ഡയറക്ഷൻ ABCDA കറണ്ട് പോകുന്നത് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യം കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്തിന് പോസിറ്റീവ്, ലീവ് ചെയ്യുന്ന ഭാഗത്തിന് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. R3 അക്രോസ് എൻ്റർ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, ലീവ് ചെയ്യുന്നത് ഇവിടെ അല്ലേ, എൻഡ് പോയിന്റിലാണ് വരിക. ഇനി നമുക്ക് KVL അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, ഈ കറണ്ട് I എന്ന് കൊടുക്കാം. KVL ഈ ABCD പാത്തിന് അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, അതിൽ നോക്കിക്കോ, കറണ്ട് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് EMF അല്ലേ അക്രോസ് പോകുന്നത്. അപ്പോൾ എന്താണ് E1. പിന്നെ കറണ്ട് വന്നതോ പോസിറ്റീവ് ടു നെഗറ്റീവ്, എന്തായി നെഗറ്റീവ് ആണ് വേണ്ടത്, -I × R4. ഇവിടെയോ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് വന്നത്, I ×
ഈക്വൽ ടു ഒന്നും കൂടി ഉണ്ട്, E2 കൂടി ഉണ്ട് അല്ലേ. ഇപ്പോൾ നോക്കിക്കോ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് വന്നത്, പ്ലസ് E2 ആൾജിബ്രിക് സം കിട്ടി. ടോട്ടൽ ആൾജിബ്രിക് സം ഓഫ് ദി സർക്യൂട്ട് എന്തായിരിക്കണം? KVL പ്രകാരം 0. ഇനി ഇത് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾക്ക് കറണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം.